ഇന്ന് നമ്മൾ റമദാൻ സ്പെഷ്യലായിട്ടുള്ള 3 ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു 3 വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വാൾ ഹാങ്ങിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആ ഒരു ഫ്രെയിം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സ്ട്രിപ്പായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതുപോലെ സൈഡ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒട്ടിക്കുന്നതിൻ്റെ മുമ്പേ ഈ ഒരു കാർഡ്ബോർഡിലേക്ക് ആദ്യം ഇങ്ങനെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ ക്ലോത്തൊക്കെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ മുറിവൊക്കെ പറ്റുന്ന സമയത്ത് നമ്മൾ കെട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്ലോത്താണ്. അപ്പോൾ അത് കുറച്ച് എക്സ്പയർ ആയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ ഫുള്ളായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് ഇതിനൊരു ഫ്രെയിം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കട്ടിയുള്ള ഒരു പേപ്പറിൽ ഒരു ബുക്കിൻ്റെ ബാക്ക് കവറൊക്കെ എടുത്തിട്ട് നമുക്ക് അതിൽ നിന്നൊരു ക്രസൻറ്റ് പോലെ ഒന്നിങ്ങനെ വരച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 സൈസിലുള്ള സർക്കിൾ ഷേപ്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചെടുത്താൽ മതി. നമ്മൾ പ്ലേറ്റൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് വരച്ചിട്ട് ഞാനൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയൽ എഗ്ഷെൽസ് ആണ്. നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിത് കുറച്ച് വലിയ വലിയ പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിനിയിപ്പോൾ അത് ഒരു ക്രെസൻറ്റിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചൊരു ചെറിയ 2 പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തോട്ട് വരുന്നതോറും കുറച്ച് വലിയ വലിയ പീസായിട്ട് വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളൊരു ഫ്ലവറിനെ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ചെറിയത് നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതുപോലെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പെറ്റൽ പോലെ അങ്ങനെ ചുറ്റും ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു റോസ് പൂവിനെ പോലെ കിട്ടും. നമുക്ക് എത്ര സൈസാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു പെറ്റൽസിൻ്റെ എണ്ണം അങ്ങനെ കൂട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇതിലൊരു 3 ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് എക്സലിൻ്റെ പീസ് ഒട്ടിച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എക്സലിൽ വെച്ചിട്ട് ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ക്രെസൻ്റാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എക്സലിൻ്റെ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളൊരു കുഞ്ഞൊരു സ്റ്റാറിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു കട്ടിയുള്ള ഒരു പേപ്പറിന്. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ കുറച്ചുകൂടി നല്ലൊരു നീറ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റാലിക് കോപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു എക്സലിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തോട്ടൊക്കെ പെയിൻറ്റ് ചെയ്യാൻ കുറച്ചൊരു പാടാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ കുറച്ച് എക്സൽസൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്റ്റാറിനും ആ ഒരു മെറ്റാലിക് കോപ്പർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഫ്രെയിമിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ആ ഒരു ഫ്രെയിം ബ്ലാക്ക് കളർ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു നടുക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു പൊങ്ങിയിരിക്കുന്നത് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്ത സമയത്ത് അതിങ്ങനെ കട്ട പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫെവിക്കോൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുമായിരുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ക്രെസൻറ്റും സ്റ്റാറും ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രെയിമിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ആ ഒരു ക്രഷ് ചെയ്തിട്ടുള്ള എക്സലിൻ്റെ പൗഡർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് 4 ഭാഗത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മെറ്റാലിക് കോപ്പർ വെച്ചിട്ട് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മളുടെ എക്സലിൽ വെച്ചിട്ടുള്ള ഒരു ക്രെസൻറ്റും സ്റ്റാറൊക്കെ ഒന്ന് ഒട്ടിച്ച് അതിന് ഫ്രെയിമൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു നടുക്ക് ഒട്ടിച്ചപ്പോൾ ഇങ്ങനെ താഴെ ഭാഗത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതാനൊന്നുള്ളൊരു സ്പേസ് ഇല്ല. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു റമദാൻ കരീം എന്നൊക്കെ ഒരു 3D ഔട്ട്ലൈനറൊക്കെ വെച്ച് എഴുതിയാലും നല്ലൊരു ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് ആക്കി കളയുന്ന എക്സലിൽ മാത്രം വെച്ചിട്ട് ഒരു അടിപൊളി ഒരു വാൾ ഡെക്കറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതുപോലെ 2 ക്രെസൻറ്റ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് നല്ലൊരു തിക്കായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ആ ഒരു ക്രെസൻറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് തിക്കായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു വൈറ്റ് കളർ ഇങ്ങനെ കാണാത്ത രീതിയിലൊന്ന് ഡാബ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് വേണ്ടത്. കുറച്ച് പിസ്തയുടെ ഷെല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡ്, പിന്നെ ഈ ചിക്കുയുടെ സീഡ് ഉണ്ടല്ലോ, ആ ചിക്കുവിൻ്റെ സീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ സീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പുളിങ്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ റംബൂട്ടാൻ്റെ സീഡ്സ് ഇല്ലേ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്കയുടെ കുരു, പിന്നെ അതുപോലെ പ്ലംസിൻ്റെ ഒക്കെ കുരു ഉണ്ടെങ്കിൽ അത്. അപ്പോൾ അങ്ങനെ നമ്മളെ കയ്യിലുള്ള ഏത് ടൈപ്പ് സീഡ്സൊക്കെ വേണമെങ്കിലും നമുക്ക് എടുക്കാം.
അപ്പോൾ എന്നിട്ട് നമ്മളിത് ഓരോന്നായിട്ടൊന്നിങ്ങനെ ഈ ഒരു ക്രസൻറ്റിലേക്കൊന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ 2 ടൈപ്പ് സീഡ്സ് ഒക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് മാത്രമേ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ഒരു നാച്ചുറൽ കളറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റും ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണും കൂടെ ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ജൂട്ടിൻ്റെ ത്രെഡും പിന്നെ അതുപോലെ വൈറ്റ് വൂളൻ ത്രെഡും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് 3ഉം കൂടി എടുത്തിട്ട് നമ്മളൊന്നിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പിന്നുന്ന പോലെ ഒന്നിങ്ങനെ പിന്നിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് വെച്ചിട്ട് ഈ ഒരു ക്രസൻറ്റിന് ചുറ്റും ഒരു ബോർഡർ പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോർഡറും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജൂട്ട് ത്രെഡും അതുപോലെ വൈറ്റ് ത്രെഡും കൂടെ ഞാൻ ഇതുപോലെ കുറച്ച് ലെയറായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ക്രസൻറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളൊരു റമദാൻ സ്പെഷ്യലായിട്ട് ഒരു ഡ്രീം ക്യാച്ചർ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു താഴെ ഇങ്ങനെ ഫെതേഴ്സൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന പോലെ നമ്മളത് ഇതുപോലെ ആ ഒരു ജൂട്ട് ത്രെഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ഹാങ് ചെയ്തിടാനായിട്ട് ജസ്റ്റ് ഒരു ലൂപ്പ് പോലെ ഞാൻ മേലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ അങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ടൊക്കെ ഒട്ടിക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഫെതേഴ്സൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഫെതേഴ്സ് ഒന്നും ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാത്തത്. പിന്നെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഒരു പ്രാണികളൊന്നും വരുമൊന്നുമില്ല, നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും ചെയ്യും. ഒരുപാട് കാലം ഈ സീഡ്സൊക്കെ നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് ആരും ചെയ്യാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റമദാൻ സ്പെഷ്യൽ ഡ്രീം ക്യാച്ചറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ആ ഒരു ടൈപ്പ് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പേപ്പർ ട്യൂബ്സ് ആണ്. അപ്പോൾ നമ്മൾ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് ട്യൂബ്സ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും കോട്ടൻ്റെ ക്ലോത്തോ ഒക്കെ വെച്ചിട്ട് ആദ്യം ഒരു ഫ്രെയിമിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ അതിന് ചുറ്റും ഈ പേപ്പർ ട്യൂബും കൂടി ഒട്ടിച്ചിട്ട് നമ്മളൊരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കട്ടിയുള്ള ഒരു ബുക്കിൻ്റെ ബാക്ക് കവർന്ന് ഒരു ക്രസൻറ്റ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിസ്തയുടെ ഷെല്ലാണ്. നമ്മൾ ആദ്യം 2 പിസ്തയുടെ ഷെല്ലെടുത്ത് ഇതുപോലെ ഒരു ബഡ് പോലെ ആക്കിയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം അത് ഒട്ടിച്ചിട്ട് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ടൊന്നിങ്ങനെ പെറ്റൽസ് പോലെ ഒന്ന് ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ പോലെ ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ എക്സൽ ഒട്ടിച്ച പോലെ ഫ്ലവർ പോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ പോലെയല്ല, അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ 2 സൈഡിലേക്കൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പിസ്തയുടെ ഷെല്ല് ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സീഡ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഡേറ്റ്സിൻ്റെ സീഡോ അല്ലെങ്കിൽ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ സീഡ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്യാപ്പൊന്നും ഇല്ലാതെ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നും അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ട് ഒരു ക്രസൻറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റാലിക് ഗോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിസ്തയുടെ ഷെല്ലാകുമ്പോൾ പെയിൻറ്റ് അടിക്കണം എന്നൊന്നുമില്ല, നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ്. അപ്പോൾ ഞാനൊരു റമദാൻ സ്പെഷ്യൽ ആയതുകൊണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനൊരു സ്റ്റാർ ഷേപ്പിലേക്ക് ഇതുപോലെ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്രെയിം ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ക്രസൻറ്റും സ്റ്റാറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പപ്പായയുടെ സീഡ് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ആ ഒരു ക്രസൻറ്റിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ റമദാൻ കരീം എന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു പപ്പായയുടെ സീഡ് ഒന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ക്രസൻറ്റിൻ്റെ മേലെ ഇങ്ങനെ ആ ഒരു സ്റ്റാറിലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഇതിനു വേണ്ടിയിട്ടും പപ്പായയുടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ റമദാൻ കരീം എഴുതാൻ ഇങ്ങനെ 3D ഔട്ട്ലൈനർ അല്ലെങ്കിൽ പെയിൻറ്റ് വെച്ചിട്ടൊക്കെ വേണമെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് ആക്കി കളയുന്ന പപ്പായയുടെ സീഡും പിസ്തയുടെ ഷെല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു മൂന്നാമത്തെ വാൾ ഡെക്കർ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റമദാൻ സ്പെഷ്യലായിട്ട് നേരത്തെയും ഒരു 3 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു റമദാൻ സ്പെഷ്യൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.